ഇന്ന് എന്റെ യൂട്യൂബ് ഫാമിലി വളർന്ന് 50,000 എത്തി. 50K ആകുമ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ നടന്നില്ലെങ്കിലും ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. ഞാൻ ഇന്ന് വീടില്ലാതെ തെരുവിൽ കിടക്കുന്നവരുടെ കൂടെയാണ് 50Kയുടെ സന്തോഷം ആഘോഷമാക്കിയത്. അവരുടെ കൂടെ പാലുകുടി മാറാത്ത ഒരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി ഒരു കിലുക്ക മേടിക്കാമെന്ന് കരുതി. അങ്ങനെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു കിലുക്ക മേടിച്ചു. അവിടെയുള്ള കുട്ടികൾക്ക് ബുക്കും പേനയും മേടിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ബുക്കും പേനയും മേടിച്ചു കൊടുത്താൽ അവര് മേടിക്കുമോ എന്നൊരു സംശയം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അവരോട് ഈ കാര്യം പറഞ്ഞു നോക്കിയപ്പോൾ അതൊന്നും വേണ്ട മോനെ എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ആ ചെറിയ കുഞ്ഞിനെ കണ്ടത്. അങ്ങനെ ഒരു കിലുക്കയും ഒരു പാക്കറ്റ് മുട്ടായും കൊണ്ട് അവരുടെ മുന്നിലേക്ക് ചെന്നപ്പോൾ അവരുടെ സന്തോഷത്തിനേക്കാളും 4 ഇരട്ടി സന്തോഷം എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ചെറിയ കുഞ്ഞിന് കിലുക്ക കൊടുത്ത് ഞാൻ എന്റെ സന്തോഷം പങ്കിട്ടു. അത് കഴിഞ്ഞ് അവിടെയുള്ള കുട്ടികളോട് കുറച്ചു നേരം സംസാരിച്ചു. അങ്ങനെ മുട്ടായി പാക്കറ്റ് പൊട്ടിച്ച് വിതരണം ചെയ്ത് ഞാൻ എന്റെ യൂട്യൂബിലെ 50Kയുടെ സെലിബ്രേഷൻ ഇവരുടെ കൂടെ ആഘോഷമാക്കി. അങ്ങനെ മുട്ടായി കൊടുക്കുമ്പോഴാണ് ആ അമ്മയുടെ ജന്മദിനമാണെന്ന് പറഞ്ഞ് എനിക്ക് 30 രൂപ തന്നത്. വേണ്ടാന്ന് പറഞ്ഞിട്ടും എന്റെ ജന്മദിനമാണ് എന്റെ സന്തോഷത്തിന് വേടിക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ 30 രൂപ മേടിച്ചു. ഞാൻ ഇവരുടെ മുഖം ഒരിക്കലും ഹൈഡ് ആക്കില്ല. കാരണം നമ്മളും മനുഷ്യരാണ്, അവരും മനുഷ്യരാണ്. ഇന്ന് അവര് തെരുവിൽ കിടക്കുന്നു, ഇന്ന് നമ്മൾ അടച്ചുറപ്പുള്ള വീട്ടിൽ കിടക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ നമ്മളും അവരും തമ്മിൽ ഉള്ളൂ. അവരുടെ ജീവിതം വളരെ കഷ്ടത്തിലായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ കൈനീട്ടി വരുന്നവരെ സഹായിക്കാൻ പഠിക്കുക. ഇങ്ങനെ ചെയ്തത് കൊണ്ടോ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടോ ഞാൻ വലിയ ആളായി എന്ന ചിന്ത എനിക്കില്ല. കാരണം ഇന്നത്തെ താരം എന്റെ കൂട്ടുകാരനാണ്. കൂട്ടുകാരനെ വിളിച്ച് യൂട്യൂബിൽ 50K ഫോളോവേഴ്സായി പാലക്കാട് പുതിയതായിട്ട് വന്ന ആളുകൾക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ധൈര്യത്തോടെ വന്നോ, ക്യാഷൊക്കെ എന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്. സാമ്പത്തികമായിട്ടും അല്ലാതെയും എനിക്ക് ഇവരെ സഹായിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് ഡൗൺ ആണ്. എന്തൊക്കെ പറഞ്ഞാലും പൈസക്ക് പൈസ തന്നെ വേണം. എന്റെ കൂട്ടുകാരൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷവാനാണ്.